ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ 3-ാം പാർട്ടാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ 3-ൽ 1 കടപ്പാട് DC ബുക്സ്. തീവണ്ടിമുറിയുടെ ജാലകത്തിലൂടെ ഞാൻ പിന്നിട്ടുപോയ ഗ്രാമാന്തരങ്ങളെ നോക്കിയിരുന്നു. വെള്ളമുണ്ടും തലക്കെട്ടുമണിഞ്ഞ് വിളഭൂമികളിൽ വേല ചെയ്യുന്ന പുരുഷന്മാരും വയലേലകളുടെ ഹരിത പശ്ചാത്തലത്തിൽ വർണ്ണശബളമാർന്ന വസ്ത്രങ്ങളണിഞ്ഞ് പണിയെടുക്കുന്ന സ്ത്രീകളും ചേർന്ന ദൃശ്യം ദൂരെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഏതോ വർണ്ണചിത്രം പോലെ തോന്നിച്ചു. ജാലകത്തോട് ചേർന്നാണ് ഞാൻ ഇരുന്നിരുന്നത്. ഒട്ടുമിക്കിടങ്ങളിലും ജനങ്ങൾ താളാത്മകവും പ്രശാന്തവുമായ എന്തെങ്കിലും ജോലികളിൽ മുഴുകിയിരുന്നു. കന്നുകാലികളെ നയിക്കുന്ന പുരുഷന്മാർ, അരുവികളിൽ നിന്നും ജലം ശേഖരിക്കുന്ന സ്ത്രീകൾ, ഇടയ്ക്കൊരു കുട്ടി പ്രത്യക്ഷപ്പെട്ട് തീവണ്ടിക്ക് നേരെ കൈവീശും. നാം വടക്കൻ പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ ഭൂപ്രകൃതിക്ക് വരുന്ന മാറ്റം വിസ്മയനീയമാണ്. ഗംഗയുടെയും അതിൻ്റെ അസംഖ്യം പോഷക നദികളുടെയും സമ്പദ് സമൃദ്ധവും ഫലഭൂയിഷ്ഠവുമായ തടങ്ങൾ കടന്നുകയറ്റത്തെയും സംഘർഷത്തെയും മാറ്റത്തെയും ക്ഷണിച്ചു വരുത്തി. വിദൂര ഉത്തര പശ്ചിമ ദേശത്തു നിന്നും വെളുത്ത നിറമുള്ള ആര്യന്മാർ 1500 BC ഹിമാലയ ചുരങ്ങളിറങ്ങി വന്നു. AD 10-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന് തദ്ദേശീയരുമായി ഇഴുകിച്ചേർന്ന മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. ഒരു സാമ്രാജ്യം മറ്റൊന്നിന് വഴിമാറിക്കൊടുത്തു. മതപരമായ സംഘർഷങ്ങൾ തുടർക്കഥയായി. ഈ സമയങ്ങളിലെല്ലാം ഉത്തരായണ രേഖയ്ക്ക് തെക്കുഭാഗത്തുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങൾ മിക്കവാറും ഇതിൻ്റെയൊക്കെ സ്പർശമേൽക്കാതെ കിടക്കുകയായിരുന്നു. വിന്ധ്യ സത്പുര പർവ്വതനിരകൾ തീർത്ത സംരക്ഷണ കവചമായിരുന്നു ഇതിന് കാരണം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂർത്ത ആകൃതിയിൽ കിടക്കുന്ന ഈ ഭാഗത്തിന് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികൾ ചേർന്ന് മിക്കവാറും അന്യോന്യമായൊരു സംരക്ഷണ വലയം നെയ്തു നൽകിയിരുന്നു. എന്നെ ഡൽഹിയിൽ കൊണ്ടെത്തിക്കുന്നതിന് ഞാൻ കയറിയ തീവണ്ടി ശാസ്ത്ര പുരോഗതിയുടെ ശക്തിയാൽ ഭൂമിശാസ്ത്രപരമായ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്തിരുന്നു. മഹാനായ സൂഫി സന്യാസി ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ നഗരമായ ഡൽഹിയിൽ ഒരാഴ്ച തങ്ങിയ ഞാൻ DTD&P വ്യോമം DTPയിലെ ഇൻ്റർവ്യൂവിന് ഹാജരായി. ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. പതിവിൻപടിയുള്ള ചോദ്യങ്ങൾ വിഷയത്തിലുള്ള എൻ്റെ വിജ്ഞാനത്തെ വെല്ലുവിളിക്കുന്നവയായിരുന്നില്ല. പിന്നീട് ഞാൻ എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായി ഡെറാഡൂണിലേക്ക് പോയി. ഈ സെലക്ഷൻ ബോർഡ് ബുദ്ധിവൈഭവത്തേക്കാൾ ഊന്നൽ നൽകിയിരുന്നത് പേഴ്സണാലിറ്റി ആയിരുന്നു. ഒരു പക്ഷേ അവ തിരഞ്ഞിരുന്നത് കായികശേഷിയും സംഭാഷണ ചാതുര്യവുമൊക്കെയുള്ള വ്യക്തികളെ ആയിരുന്നിരിക്കാം. ഞാൻ ഒരേ സമയം ആവേശഭരിതനും പരിഭ്രമമുള്ളവനുമായിരുന്നു. ദൃഢനിശ്ചയമുള്ളവനും ഉത്കണ്ഠാകുലനുമായിരുന്നു. ആത്മവിശ്വാസമുള്ളവനും പിരിമുറുക്കമുള്ളവനുമായിരുന്നു. വ്യോമസേനയിലേക്ക് 8 ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കാനായി പരിഗണിച്ച 25 പേരിൽ എനിക്ക് 9-ാം സ്ഥാനമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഞാനാകെ നിരാശനായി. വ്യോമൻ സൈന്യത്തിൽ ചേരാനുള്ള അവസരം കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. സെലക്ഷൻ ബോർഡിന് മുന്നിൽ നിന്നും പതുക്കെ പിൻവാങ്ങിയ ഞാൻ കിഴക്കാൻ തൂക്കായ ഒരു പാറക്കെട്ടിൻ്റെ അറ്റത്ത് പോയി നിന്ന് അങ്ങേ താഴെയായി ഒരു തടാകം. ഇനിയുള്ള ദിനങ്ങൾ പ്രയാസമേറിയവയായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും ഒരു കർമ്മപദ്ധതി തയ്യാറാക്കുകയും വേണം. ഞാൻ ഋഷികേശിലേക്ക് മലയിറങ്ങി. ഗംഗയിൽ സ്നാനം ചെയ്ത ഞാൻ ആ ജലവിശുദ്ധിയിൽ ഹർഷപുളകിതനായി. എന്നിട്ട് അല്പം ദൂരെയായി കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ശിവാനന്ദ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായ പ്രകമ്പനമുണ്ടായി. അവിടെ നിരവധി സാധുക്കൾ നിർവ്വാണാവസ്ഥയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കാര്യങ്ങളെ ആത്മബോധത്താൽ അറിയാൻ കഴിവുള്ള ആത്മീയ മനുഷ്യരാണ് സാധുക്കളെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. വിഷണ്ണനായിരുന്ന ഞാൻ എന്നെ കുഴക്കിയിരുന്ന സംശയങ്ങൾക്ക് അവിടെ നിന്നും ഉത്തരങ്ങൾ തേടി. വെണ്മയാർന്ന മുണ്ടും മിതിയടിയും ധരിച്ച് ഒരു ബുദ്ധനെപ്പോലെ തോന്നിച്ച സ്വാമി ശിവാനന്ദയെ ഞാൻ ചെന്നു കണ്ടു. ഒലീവ് വർണ്ണമുള്ള അദ്ദേഹത്തിന് തുളച്ചു കയറുന്ന കറുത്ത കണ്ണുകളുണ്ടായിരുന്നത് മിക്കവാറും ഒരു ശിശുവിൻ്റേതെന്ന് തോന്നിക്കുന്ന അപ്രതിരോധ്യമായ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും കാരുണ്യവും ഭാവവും എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ എന്നെ സ്വാമിജിക്ക് സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ മുസ്ലിം നാമം അദ്ദേഹത്തിൽ യാതൊരുവിധ പ്രതികരണവും ഉളവാക്കിയില്ല. എനിക്ക് പിന്നീട് എന്തെങ്കിലും പറയാനാകും മുമ്പ് തന്നെ അദ്ദേഹം എൻ്റെ ദുഃഖത്തിൻ്റെ ഉറവിടമെന്തെന്ന് ചോദിച്ചു. ഞാൻ ദുഃഖിതനാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെ എന്നതിന് അദ്ദേഹം യാതൊരു വിശദീകരണവും നൽകിയില്ല. ഞാനൊട്ട് ചോദിച്ചുമില്ല.
അദ്ദേഹത്തോട് ഇന്ത്യൻ വ്യോമസേനയിൽ ചേരാനുള്ള എൻ്റെ വിഫല ശ്രമത്തെക്കുറിച്ചും പറക്കാനുള്ള ദീർഘകാല അഭിലാഷത്തെക്കുറിച്ചും പറഞ്ഞു. എൻ്റെ എല്ലാ ആശങ്കകളെയും ഞൊടിയിടയ്ക്കുള്ളിൽ കഴുകിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പുഞ്ചിരി തൂകി. എന്നിട്ട് ദുർബലമെങ്കിലും മുഴങ്ങുന്ന ശബ്ദത്തിൽ ഇപ്രകാരം മൊഴിഞ്ഞു: അഭിലാഷം ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ഉയർന്നു വരുമ്പോൾ, അത് ശുദ്ധവും തീക്ഷ്ണവുമായിരിക്കുമ്പോൾ, അതിന് ഭയാവഹമായ ഇലക്ട്രോ മാഗ്നറ്റിക് ശക്തിയുണ്ടായിരിക്കും. മനസ് നിദ്രയിൽ അമരുന്ന ഓരോ നിശീഥിനിയിലും ഈ ശക്തി ഈഥർ മാധ്യമത്തിലേക്ക് വിസരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അത് പ്രപഞ്ച പ്രവാഹത്താൽ സുശക്തമായി ബോധമണ്ഡലത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. സങ്കല്പിക്കപ്പെട്ടത് ഉറപ്പായും നിശ്ചയമായും പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ആകയാൽ യുവാവേ, സൂര്യോദയത്തിൻ്റെയും വസന്താഗമനത്തിൻ്റെയും കാര്യത്തിലുള്ള ശാശ്വത വാഗ്ദാനം എന്ന പോലെ തന്നെ നിനക്ക് കാലാതീതമായ വാഗ്ദാനത്തിലും വിശ്വസിക്കാം. ശിഷ്യൻ സജ്ജനാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും. ഇതത്രേ ശരി. മിക്കവാറും വഴിതെറ്റിയിരുന്ന ശിഷ്യന് മാർഗദർശിയാകുവാനുള്ള ഗുരു ഇതാ. വിധിയെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. നീയൊരു വ്യോമസേന വൈമാനികനാകാൻ വിധിക്കപ്പെട്ടവനല്ല. നീ എന്തായിത്തീരാനാണോ വിധിക്കപ്പെട്ടിട്ടുള്ളത് അതിപ്പോൾ വെളിവാക്കപ്പെട്ടിട്ടില്ലെങ്കിലും പൂർവ്വനിശ്ചിതം തന്നെ വിധിവിഹിതമായ പാതയിലേക്ക് നയിക്കുവാൻ അനിവാര്യമായിരുന്നു എന്നതിനാൽ ഈ പരാജയത്തെ മറക്കൂ. പകരം നിന്റെ നിലനിൽപ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യമേതെന്ന് അന്വേഷിക്കൂ. എൻ്റെ മകനെ, നീ നിന്നോട് തന്നെ രമ്യപ്പെടുക. ദൈവേച്ഛയ്ക്ക് മുമ്പിൽ സ്വയം സമർപ്പിക്കുക. സ്വാമിജി പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ തിരികെ ചെന്നിട്ട് DT-D&P വ്യോമം എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഫലമെന്തായി എന്ന് അന്വേഷിച്ചു. മറുപടിയായി കിട്ടിയത് എനിക്കുള്ള നിയമന ഉത്തരവാണ്. പ്രതിമാസം 250 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ. അടുത്ത ദിവസം തന്നെ ഞാൻ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് തസ്തികയിൽ നിയമിതനായി. ഞാൻ ചിന്തിച്ചു, ഇതാണ് എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അവസാനം എൻ്റെ മനസ്സിൽ സമാധാനം വന്ന് നിറഞ്ഞു. വ്യോമസേനാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ എനിക്ക് പിന്നെ കയ്പോ നീരസമോ തോന്നിയില്ല. ഇതെല്ലാം സംഭവിച്ചത് 1958-ലാണ്. ഡയറക്ടറേറ്റിലെ സാങ്കേതിക കേന്ദ്രത്തിൽ ആഭ്യന്തര വ്യോമഗതാഗതം എനിക്ക് നിയമനം കിട്ടി. ഞാൻ വിമാനം പറത്തുവാനായില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം അവയെ പറക്കുന്നതിന് യോഗ്യമാക്കുന്നതിൽ സഹായിക്കുന്നവനെങ്കിലുമായി. ഡയറക്ടറേറ്റിലെ ആദ്യ വർഷത്തിൽ ഓഫീസർ ഇൻചാർജായ R. വരദരാജൻ്റെ സഹായത്തോടെ ഒരു ശബ്ദാതീത വേഗ സൂപ്പർസോണിക് ലക്ഷ്യവിമാനം രൂപകൽപ്പന ചെയ്യാനുള്ള പ്രോജക്റ്റ് ജോലി നിർവഹിച്ചു. ഇത് സ്ഥാപനത്തിൻ്റെ മേധാവി ഡോക്ടർ നീലകണ്ഠൻ്റെ പ്രശംസയ്ക്ക് കാരണമായി. വിമാനങ്ങൾ കേടുപാട് തീർക്കുന്നതിൽ പണിപ്പുരയിൽ നിന്ന് തന്നെയുള്ള പരിശീലനം നേടുന്നതിനായി എന്നെ കാൺപൂരിലെ എയർക്രാഫ്റ്റ് ആൻഡ് ആർമെയിൻസ് ടെസ്റ്റിംഗ് യൂണിറ്റിലേക്ക് A&ATU അയച്ചു. അക്കാലത്ത് നാട്ട് MK വിമാനത്തിൻ്റെ ഉഷ്ണമേഖലയിലെ പ്രവർത്തന മൂല്യനിർണ്ണയം നടത്തുകയായിരുന്നു അവിടെയുള്ളവർ. അതിൻ്റെ പ്രവർത്തന സംവിധാനങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്ന ജോലിയിൽ ഞാനും പങ്കെടുത്തു. ഇനി നമുക്കിതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.